അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ സെക്കൻഡ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടിയിൽ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. ഇൻബോക്സിൽ വന്നിട്ട് ഒത്തിരി ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. സോ ആ ഡൗട്ട്സുകൾക്കുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ള മോർ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പരമാവധി എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ മറുപടി കൊടുക്കുവാൻ കമൻറ്റ് സെക്ഷനിലൂടെയും അതോടൊപ്പം തന്നെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ പരമാവധി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ ഇഷ്ടപ്പെടാത്ത സ്കൂള്, ഇഷ്ടപ്പെടാത്ത കോഴ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ മാക്സിമം സ്റ്റുഡൻസിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് കാണുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അപ്ലൈ ചെയ്യാനുള്ള ടൈം 1-ാം തീയതി വരെയായിരുന്നു, ഓഗസ്റ്റ് 1-ാം തീയതി വരെയായിരുന്നു. അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. പക്ഷെ നമുക്കൊരു ഓഗസ്റ്റ് 3-ാം തീയതി തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കഴിയും. ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഓഗസ്റ്റ് 2-3 ദിവസം നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കാണും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല കാലാവസ്ഥ, നല്ല പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അഡ്മിഷൻ്റെ ടൈം കുറച്ചുകൂടി നീളും. അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ വരുന്നതും അത് പ്രകാരം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകളുമൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഓഗസ്റ്റ് 10 ആ ഒരു സമയത്തേക്ക് അതിനുള്ളിൽ തന്നെ എന്തായാലും ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ, ഈ മഴയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ. ഇപ്പം ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അഡ്മിഷൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഡേറ്റിനെ പറ്റിയിട്ട് നിങ്ങളിലേക്ക് അറിയിക്കാനുള്ള ഏറ്റവും പുതിയ കാര്യം. ഇനി നമുക്ക് പല കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട്സ് വെച്ചിട്ട് ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വേക്കൻസി ഇല്ലാത്ത സ്കൂളിലും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിരിക്കുന്ന വേക്കൻസി ഇല്ലാത്ത സ്കൂളിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫറിൻ്റെ കേസിൽ നമുക്ക് വേക്കൻസി ഇല്ലാത്ത എല്ലാ സ്കൂളുകളിലേക്കും അപ്ലൈ ചെയ്യാം. കാരണം ആ ഒരു സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് വേറൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ അവിടെ വേക്കൻസി വരികയും നമ്മളെ അങ്ങോട്ടേക്ക് അലോട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ട്രാൻസ്ഫറിൻ്റെ കേസിൽ സെക്കൻഡ് ട്രാൻസ്ഫർ ആണെങ്കിലും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, സാർ ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, സെക്കൻഡ് ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് ട്രാൻസ്ഫറിൻ്റെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം വേക്കൻസി ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിയൂടെ കഴിയുമ്പോൾ വേക്കൻസി സീറ്റുകളുടെ എണ്ണം കുറയും. അപ്പോൾ ഈ വേക്കൻസി സീറ്റുകളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സോ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ ട്രാൻസ്ഫറിൻ്റെ കേസിൽ പറ്റില്ല. അപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾ ഈ സെയിം ഡൗട്ട്സ് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളത് പറഞ്ഞത്. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയവർക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെൻ്ററിൽ അഡ്മിഷൻ കിട്ടിയാലും അത് മെറിറ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവർക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അവർ അഡ്മിഷനും എടുത്തിട്ടുണ്ട്. സോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ട്രാൻസ്ഫറിനും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് സർക്കുലർ വന്നാൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ എന്തെങ്കിലും നമ്മൾ കൺഫേം ആയിട്ട് പറയുന്നില്ല. കാരണം സർക്കുലർ വന്നതിന് ശേഷം മാത്രമേ, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് സർക്കുലർ വരട്ടെ എന്ന് കൃത്യമായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ചോദ്യമാണ്, ഫസ്റ്റ് ട്രാൻസ്ഫർ കൊടുത്തില്ല, സെക്കൻഡ് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ കൊടുക്കാനൊക്കെ പറ്റും, അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ട്രാൻസ്ഫർ, ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്തായാലും ഉണ്ടായിരിക്കും. അതിൽ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ളത് വേക്കൻറ്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഓക്കെ, അപ്പം സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒത്തിരി സീറ്റ് വരികയാണെങ്കിൽ എന്തായാലും സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ കൂടി അതിൻ്റെ കൂടെ വിളിക്കും. അപ്പോൾ അതെന്തായാലും വിളിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സർക്കുലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും. ഇത് നമുക്ക് ഒത്തിരി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റാണ്. അതായത്, ഞാനൊരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു, ആ സ്കൂളിൽ കിട്ടി,
ഇപ്പോൾ ബട്ട് എനിക്ക് പഴയ സ്കൂൾ ആണ് നല്ലതെന്ന് തോന്നുന്നു. സെക്കൻഡ് ട്രാൻസ്ഫറിൽ എനിക്ക് പഴയ സ്കൂൾ ഓപ്ഷനായി കൊടുക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എടാ, ഇപ്പം നമ്മൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഉറപ്പുള്ള സ്കൂൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, അതൊക്കെ നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തത് നിങ്ങളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ പഴയ സ്കൂളായിരുന്നു മെച്ചം, ഇങ്ങനെ കമ്പയർ ചെയ്ത് ഉള്ളൊരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കതൊന്നും ഉറപ്പ് പറയാൻ വേണ്ടി കഴിയത്തില്ല. പലപ്പോഴും വിദ്യാർത്ഥികൾ ഇപ്പം നിങ്ങൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, നിങ്ങൾ ഒരു മാസം ഒരു സ്കൂളിൽ പോയി, എന്നിട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ മേടിച്ച് പുതിയ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടൈം എടുക്കും. ഇപ്പോൾ അധ്യാപകരായാലും ഓൾറെഡി അവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ ആയിട്ടൊന്ന് ജെല്ലായിട്ടിരിക്കുകയാണ്, ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, നാച്ചുറലാണത്. പക്ഷെ അതൊരു കാരണമായിട്ട് എടുക്കരുത്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്കൂളും ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് പതിയെ സെറ്റാകും. നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ട സമയത്ത് നമുക്കുണ്ടാവുന്ന ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ്. അത് നിങ്ങളൊന്ന് ഡെയിലി റെഗുലറായിട്ട് സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഓക്കെ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ നമുക്ക് സർക്കുലർ വരുന്ന സമയത്ത് നോക്കാം. ഇനി ഇതേ സമയത്ത് തിരിച്ച് സർക്കുലർ വന്നതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് വേറൊരു സ്കൂളിൽ കിട്ടിയതിന് ശേഷം അവിടുന്ന് മാറാവുന്ന എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പത്തിലാവും. കാരണം അഡ്മിഷൻ ഇതോടുകൂടി തീരും, ഈ ട്രാൻസ്ഫറോട് കൂടി തീരും. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഒരു ചാൻസ് നമുക്കിങ്ങനെ എടുത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് എന്നെങ്കിലും പറയാം. ഇതുവരെ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു സ്കൂളിൽ നമുക്ക് വീണ്ടും ഒരു അഡ്മിഷൻ കിട്ടി, ട്രാൻസ്ഫറിൽ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു, അവിടെ കിട്ടി, അവിടെ നിങ്ങൾ മാറാൻ വേണ്ടി നിൽക്കുക. ഇതേസമയം നിങ്ങൾ അഡ്മിഷൻ കിട്ടാത്ത വിഭാഗത്തിന്റെ കൂടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഭയങ്കര വലിയ മാനസിക സമ്മർദ്ദം, പ്രഷറും ഡിപ്രഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു. സോ നമുക്ക് കിട്ടിയതിനെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസുകൾ ഗവൺമെന്റ് തരുന്നത് അതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തരുന്നത്. സോ നിങ്ങളോടൊപ്പമാണ് ഗവൺമെന്റ് നിൽക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നല്ല സാഹചര്യങ്ങൾ വരികയാണ്, ഇങ്ങനെ എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ നമ്മൾ സർക്കുലർ വരുമ്പോൾ എന്തായാലും അറിയാം. സോ നമ്മൾ ഇതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അടുത്ത ട്രാൻസ്ഫറിന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എടാ, ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു, നമുക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ആ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ സ്കൂളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അവിടെ ട്രാൻസ്ഫറിന് യാതൊരു തരത്തിലുള്ള റിസർവേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ജാതിയുടെ, കമ്മ്യൂണിറ്റിയുടെ ബേസിലുള്ള ഒരു റിസർവേഷനും ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് കിട്ടില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് കിട്ടും. ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിസർവേഷൻസ് ഒന്നും വരത്തില്ല. സോ എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഒന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫറിൽ കഴിയുന്നതല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. സോ പുതുതായിട്ട് നിങ്ങൾക്കൊന്നും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതായത് എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളുള്ള സ്കൂളുകളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ സെലക്ട് ചെയ്ത് അതിലേക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ട്രാൻസ്ഫറിൽ വരുന്നുള്ളൂ. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പിന്നെ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, VHSEയിൽ നിന്ന് HSEയിലേക്ക്, HSEയിൽ നിന്ന് VHSEയിലേക്കൊക്കെ ട്രാൻസ്ഫർ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. VHSEയിൽ നിന്ന് HSEയിലേക്കോ HSEയിൽ നിന്ന് VHSEയിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. VHSEയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒത്തിരി വിദ്യാർത്ഥികൾ HSEയിലേക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ അത് പറ്റില്ല. പിന്നെ സ്പോർട്സ് കോട്ടയിലൊക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തായാലും അപ്ലൈ, അത് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് മാനേജ്മെൻറ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ട്രാൻസ്ഫർ ഓൾറെഡി കിട്ടിയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി കഴിയൂ കേട്ടോ.
മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല കേട്ടോ. പിന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ സെക്കൻഡ് ട്രാൻസ്ഫർ ഉറപ്പായിട്ടും ഉണ്ട്. സെക്കൻഡ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെന്താ, ഇതൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് നമ്മൾ വീഡിയോയിൽ പറയാത്ത ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ കൺഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് അതിലേക്ക് പരിഗണിച്ചില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാത്ത സ്കൂളുകളിലുമൊക്കെ സെക്കൻഡ് ട്രാൻസ്ഫറിനായാലും അപ്ലൈ ചെയ്യാം. ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ആയിരിക്കും കൺഫേം ആയിട്ട് ഉണ്ടാവുന്നത്. മറ്റേ നമുക്ക് സർക്കുലർ വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക. സർക്കുലർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളിലും ആ സർക്കുലർ പ്രകാരം പറയുന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും 100% കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ പോവുക. സ്കൂളിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഗവൺമെൻറ് അതിനാണല്ലോ തരുന്നത്. സോ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.